എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് പൂക്കടയിൽ നിന്ന് തുടങ്ങാം. അതായത് വളരെ വ്യത്യസ്തമായിട്ടൊരു ദിവസമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഒരു സ്റ്റേജ് പെർഫോമൻസിന് തയ്യാറെടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളും അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുട്ടികൾ വലുതായി കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അവർ ഏത് കാറ്റഗറിയാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ചിലവർക്ക് ഇഷ്ടം പാട്ട് പാടാനായിരിക്കും, ഡാൻസ് ചെയ്യാനായിരിക്കും, അങ്ങനെയൊക്കെ തോന്നാറില്ലേ. അപ്പൊ അതിൽ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് പ്രാണയ്ക്ക് ഡാൻസിനോട് കുറച്ച് അറ്റാച്ച്മെന്റും അതിനോടൊരു ആഗ്രഹവും അതൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും അവൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഡാൻസ് ചെയ്യുന്നതും പാട്ട് പാടുന്നതും അങ്ങനെ ഒരു ആർട്സ് വേസ് അവളുടെ ഒരു ടാലന്റ് കൊണ്ടുവരാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ ഒരു മാസം മുന്നേ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാണ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അത് ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാൻ കേട്ടോ കാണുന്നത്. ആള് നല്ല ആക്റ്റീവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർട്സ് ആയാലും എന്താ പറയാ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രസന്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തരും. എനിക്ക് ഇതിനോടൊക്കെ ഒരു പ്രത്യേക കമ്പുള്ളത് കൊണ്ടും എനിക്ക് എന്തോ മക്കളൊക്കെ ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് അവരുടെ ഈ ഒരു ടൈമിൽ അവർക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനെ ആളുടെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കി സ്റ്റേജിൽ ഞാൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ അവസാനം ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ വാവയുടെ സ്കൂളിന്റെ അവിടേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയ പാടെ തന്നെ എത്തി എന്നൊക്കെ പറയില്ല, അത്രയും പെട്ടെന്ന് തന്നെ എത്തി. ഇപ്രാവശ്യം മോളുടെ പരിപാടി കാണാൻ ഹസ്ബൻഡിന്റെ അമ്മയാണ് കൂടെ ഉള്ളത്, അതായത് അവളുടെ പപ്പമ്മ. എല്ലാ പ്രാവശ്യവും എന്റെ അനിയത്തിയാണ് എന്റെ വലങ്കയായിട്ടുണ്ടാവുക, അമ്മ ഉണ്ടാവാറുണ്ട്. അവരെ ഞാൻ ഒരു സമയം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തിനും എന്നെ സപ്പോർട്ടായിട്ട് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടും അനിയത്തി. പക്ഷെ ഈ ഒരു ആബ്സെൻസ് തന്നെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ മോളുടെ പരിപാടികൾ ഭംഗിയാക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിയിൽ PTA ഭാഗത്തു നിന്നും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും ആശംസ കുട്ടികളോട് പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നെ അവർ സ്റ്റേജിലോട്ട് വിളിച്ചു. ഞാനും എന്താ പറയാ എന്റെ മോളുടെ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ പരിപാടിക്ക് ഒരു സ്റ്റേജ് എന്താ പറയാ ഷെയർ ചെയ്യുക, അതിനോടനുബന്ധിച്ചിട്ട് എന്റെ മോള് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ആശംസ പറയാ, അതൊക്കെ എന്താ പറയാ എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും നല്ല മൊമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കാണ്. കാരണം അത്രയും ഇഷ്ടമാണ് എന്താ പറയാ കുട്ടികളുടെ പരിപാടി കാണാനും അല്ല അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടു നടത്താനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളിലും കുട്ടികളെ നല്ല രീതിയിൽ കരുതലോടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് വിഷസ് ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു എന്റെ മോളുടേത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ സ്റ്റേജിൽ പാട്ടും അതുപോലെ തന്നെ ആക്ഷൻ സോങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള പ്രോഗ്രാം പ്രാണയുടെ വന്നത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. ഇതില് നമ്മൾ സെലക്ട് ചെയ്ത തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂരൽമലയില് ആരും എന്താ പറയാ ഇല്ലാണ്ടായി അച്ഛനമ്മയും കാണാതായ ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഫീലിങ്സ് ആണ് നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നത്. പ്രാണയ്ക്ക് ഒരു വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അതെനിക്ക് അവൾ നല്ല രീതിയിൽ എന്നെ കാണിച്ചു തരുകയും ചെയ്യായിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എന്നോട് പറയും ഞാനത് സ്റ്റേജിൽ ചെയ്തോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നിന്ന് മാറിപ്പോവും. പിന്നെ ഈ മേക്കപ്പിനുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ സത്യം പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. തലേദിവസം തന്നെ ഞാൻ ഡ്രസ്സൊക്കെ എന്തൊക്കെയോ ആക്കി വെച്ച് ഫാബ്രിക് പെയിന്റ് ഒക്കെ വാങ്ങി, അതുപോലെ 2 കളർ, ഒരു ബ്രൗൺ കളറും റെഡ് കളറും ഫാബ്രിക് പെയിന്റ് ഒക്കെ വാങ്ങിയിട്ടാണ് ഡ്രസ്സ് ഇങ്ങനെ ചെയ്തത്. ബാക്കി ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ പ്രാണനാക്കി വെച്ചത് കേട്ടോ. എന്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പ്രാണന് ഈ ഒരു ഗെറ്റപ്പിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അവള് പെർഫോമൻസിൽ ചെയ്ത് കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവള് പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു.
പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗൊക്കെ മറന്നുപോയിട്ടും അവൾ അത് സ്റ്റേജിൽ കാണിക്കാതെ ആ ഒരു സീൻ അടിപൊളിയായിട്ട് ഇമോഷൻ കൈവിടാതെ ആ ഒരു ആക്ട് കഴിയുന്നവരെ പ്രോഗ്രാം അങ്ങനെ തന്നെ കൊണ്ടുപോയി. അതിലെനിക്ക് ശരിക്കും ഒരു എന്താ പറയുക നല്ലൊരു പ്രൗഡ് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അത്രയും നന്നായി ചെയ്തു മോള്. ഇനി നെക്സ്റ്റ് പെർഫോമൻസിനുള്ള മേക്കപ്പ് ആണ് കേട്ടോ. ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ കടന്നുപോയി, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. പ്രാണാനും ജസ്റ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ജസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. വന്ന് ഫുള്ള് മേലുള്ളതൊക്കെ ഉരച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് നല്ലോണം പാവം കുറെ ഒരു അടങ്ങിയൊതുങ്ങി ഇരുന്ന് കാണിച്ചു തന്നെങ്കിലും എനിക്ക് തന്നെ അവസാനം സങ്കടമായി. കാരണം കോട്ടൻ വെച്ച് തുടയ്ക്കുന്നു, അതുപോലെ തുണി വെച്ച് തുടയ്ക്കുന്നു. അവസാനം ഞങ്ങൾ കുളിപ്പിച്ചു. എന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫോക്ക് ഡാൻസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ഒരു ഗെറ്റപ്പിലേക്ക് പ്രാണനെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല കുറച്ചൊരു ബുദ്ധിമുട്ടും ഒരു ഇഷ്ടക്കേടൊക്കെ ആദ്യം കാണിച്ചു. പക്ഷെ അവളത് ടയർഡായിട്ടാണോ അതോ ഇങ്ങനെ എന്താ പറയാ വേഗം നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ, അത് കാരണം കൊണ്ടാന്നറിയില്ല കുറച്ചൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്യുന്ന തുടക്കത്തില്, അതായത് ഫോക്ക് ഡാൻസിന്റെ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ആളങ്ങ് സെറ്റായി, കാരണം അവളുടെ ഫേവറേറ്റ് ആയ ഐ ഷെയ്ഡ്സും അതുപോലെ തന്നെ ബ്ലഷിംഗ് ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഐ ഷെയ്ഡ് പാലറ്റ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ഫൗണ്ടേഷനും മാത്രം. ഞാൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളല്ല, ലിപ്സ്റ്റിക് ഫാനാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരുപാട് കളേഴ്സ് ഒന്നുമില്ല, ഒന്നോ രണ്ടോ അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ചിലപ്പോൾ പ്രാണിക്കും എന്തെങ്കിലും പരിപാടിക്ക് ഞാൻ ഇട്ട് കൊടുക്കാറും. അപ്പോ ലിപ്സ്റ്റിക് എന്താ പറയാ ഏത് കളർ വേണമെന്നുള്ള ഇങ്ങനെ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന സമയത്താണ് അവൾ തന്നെ പറഞ്ഞു അമ്മ എനിക്ക് ഈ കളർ മതി. അപ്പൊ എനിക്കും തോന്നി അവളുടെ ആ ഡ്രസ്സിനോട് കുറച്ചും കൂടെ മാച്ച് ചെയ്ത് നിൽക്കുന്നതും പിന്നെ ഐ ഷെയ്ഡ്സിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്നതും ഈ ഒരു കളറായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഈ നാടോടി നൃത്തത്തിന് മേക്കപ്പ് ചെയ്തിട്ടോ അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ടോ അങ്ങനെ ഒന്നും എനിക്കൊരു പരിചയമില്ല. അതൊക്കെ കാണാനും ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും അവരെ നല്ല സ്റ്റൈൽ നടത്താനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഒരു എന്താ പറയാ ആഗ്രഹം വെച്ചിട്ടാണ് എന്റെ മോളെയും അങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ഇതിന് മുന്നേ എനിക്ക് ഒരു തരി പോലും അറിയില്ല ഇതെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ ഡ്രസ്സുകളൊക്കെ ഞാൻ വാടകയ്ക്ക് എടുത്തിരുന്നു, അതിന് വേണ്ട ഓർണമെന്റ്സും ഞാൻ വാടകയ്ക്ക് എടുത്തിരുന്നു. അങ്ങനെ എന്റെ എല്ലാ കഴിവും വെച്ചിട്ട് ഞാൻ പ്രാണൻ ഈ ഒരു ഗെറ്റപ്പിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അവളെ മേക്കപ്പ് ചെയ്തും അതുപോലെ തന്നെ അണിയിച്ചൊരുക്കിയിട്ടൊക്കെ ഈ ഒരു സ്റ്റൈലിൽ, അതായത് ഒരു പൂക്കാരിയുടെ രീതിയിൽ ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ അവൾ പെർഫോമൻസ് ചെയ്ത് കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ അവൾ തന്നെ പറയാറുണ്ട് ഇനി ഞാൻ സ്റ്റേജിൽ ചെയ്തോളാം അമ്മ. അതുപോലെ അവളുടെ പെർഫോമൻസ് സ്റ്റേജിൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല രീതിയിൽ തന്നെ മോള് പെർഫോം ചെയ്തിരുന്നു. ആ പെർഫോമൻസിന് ശേഷം തേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു. ഒരു സെമി ക്ലാസിക്കൽ ടച്ചുള്ള ഒരു സോങ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള മേക്കപ്പ് ഒക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു രാധാകൃഷ്ണ കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതില് മറ്റേ സിനിമ പാട്ടിലെ കണ്ണുക്കൾ പൊത്തി വെപ്പേൻ കണ്ണനേവ ആ പാട്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്തൊക്കെ അവൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയാ ഈ മൂന്നാമത് മേക്കപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മോളും നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യാനായിട്ട് സഹകരിച്ച് നിന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റി. മെയിനായിട്ട് ഞാൻ ഫോക്ക് ഡാൻസിന് ഞാൻ എഴുതി കൊടുത്തിരുന്ന ആ ഒരു പിരികുണ്ടല്ലോ അത് ഞാൻ അങ്ങ് മാറ്റി കളഞ്ഞു. എനിക്ക് അവള് പിരികെ എഴുതിയിട്ട് കാണുമ്പോൾ വേറെ ഏതോ ഒരു കുട്ടിയുടെ പോലെ തോന്നും. എന്നിട്ട് പിന്നെ കണ്ണൊക്കെ ഞാൻ ആ ചെയ്തതിന്റെ മീതക്കൂടെ ഒക്കെ വീണ്ടും ഒന്ന് കറുപ്പിച്ചു കൊടുക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഫ്രണ്ടിന്റെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണിന്റെ പിരികത്തിന്റെ ഇടയിൽ ഒരു സ്റ്റാർ എന്താ പറയാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൂക്കിയതായി 2 മൂക്കുത്തി ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഒരു ലുക്കിൽ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കയ്യിലെ ഗിൽറ്റെല്ലാം വെച്ച് അടിപൊളി ഡാൻസിന് എന്താ പറയാ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പ്രാണയുടെ നമ്പറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് എന്താ പറയാ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രാണയുടെ പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു എന്താ പറയാ അവളെ കൊണ്ട് അവളുടെ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് അവൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്തു. സിനിമാറ്റിക് ഡാൻസോട് കൂടിയായിരുന്നു നമ്മളുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അതിനുശേഷം കുട്ടികൾ ചെയ്തിരുന്ന എല്ലാ പ്രോഗ്രാമിനും അവർ ചെയ്ത എഫേർട്ടിനും അതുപോലെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്തതിനൊക്കെ കുറിച്ചിട്ട് ഫാദറും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ സംസാരിച്ചു. അങ്ങനെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത പ്രാണ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയി അവൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ ആ ക്ഷീണിച്ച് ഉറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഈ ഒരു ദിവസം നമ്മളുടെ കഴിഞ്ഞു. അങ്ങനെ പ്രാണക്കുട്ടി പങ്കെടുത്ത കലോത്സവത്തില് 3 എണ്ണത്തിൽ 2 എണ്ണത്തിനും പ്രൈസ് വാങ്ങി. ആ പരിപാടി എങ്ങനെയാണ് വളരെ ഭംഗിയാക്കി അവസാനിപ്പിച്ചു ഞങ്ങളുടെ കയ്യിൽ തന്നു.